യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന കർത്താവിൽ കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് സംഭവം അധികമായി വേദനിപ്പിക്കുന്നതും നൊമ്പരങ്ങളും വ്യഥകളും വേദനകളും കണ്ണുനീരും ഒക്കെ ഉണ്ടാക്കുന്ന അനേക സംഭവങ്ങളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടങ്ങളിലും അസമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ മനുഷ്യനെന്ന വ്യാകുലതകളുടെ നടുവിലും അസമാധാനങ്ങളാൽ നിറയപ്പെട്ടതായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൽ പ്രത്യാശ വെച്ചതായിരിക്കുന്ന വിശുദ്ധന്മാർക്ക് കർത്താവിനോട് പറ്റി നിൽക്കുവാൻ, കാലേബിനെ പോലെ കൂടെ നടക്കുവാൻ, ഏലിയാവിനെ പോലെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന എല്ലാ നല്ല സുന്ദര നിമിഷങ്ങളെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കഷ്ടത ഏറെയുണ്ട്, വ്യഥകളും വേദനകളും ഒക്കെയുണ്ട്. എന്നാൽ അതിന്റെ എല്ലാ നടുവിൽ നമുക്ക് ആശ്വാസം നൽകുന്ന ദൈവികമായ വചനങ്ങളാണ്. ഈ വചനം നമുക്ക് ഉറപ്പും ധൈര്യവും നൽകട്ടെ. കേൾക്കുന്നത് അധികമായിരിക്കാം, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും വിജയകരമായ ജീവിതവും അതെന്നും അനുഗ്രഹമുള്ളതായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ടാകുന്ന അനേക അനുഭവങ്ങളെ കുറിച്ചാണ്, കഷ്ടതകളെ കുറിച്ചാണ്, കുഴികളെ കുറിച്ചാണ്. 40-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യമാണ് നമ്മൾ ആരംഭഘട്ടത്തിൽ വായിച്ചത്. ഞാൻ നാശകരമായ കുഴിയിൽ വീണിരിക്കുന്നു, ഞാൻ അവിടെ കിടന്നുകൊണ്ട് നിലവിളിച്ചു, ദൈവം എന്റെ നിലവിളി കേട്ടു. ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തി, പുതിയ പാട്ട് എനിക്ക് തന്നു, എന്റെ ഗമനത്തെ സ്ഥിരം ആക്കി. വീടുപോയതായിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളിയെ കേൾക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിടുതലുകൾ എത്രമാത്രമുണ്ട്. അതേതാഴങ്ങളിൽ കിടക്കുന്ന വ്യക്തികളെയും വിടിവിക്കുവാൻ കഴിയുന്ന ദൈവികമായ ശക്തിയും കരവും. അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചതായിരിക്കുന്ന വിഷയം ദാനിയേലിനെ കുറിച്ചാണ്. ദാനിയേൽ പ്രവാസത്തിൽ ബാബേലിൽ ആയിരിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ തനിക്കെതിരെ കടന്നു വന്നതായ പ്രതികൂലങ്ങളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നേരിടാതെ താൻ പതിവ് പോലെ തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന യെരൂശലേം ദേവാലയത്തിലേക്കുള്ള വാതിൽ തുറന്നിട്ട് താൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ശിക്ഷാ നടപടികൾ നിലവിൽ വന്നപ്പോൾ സിംഹക്കുഴിയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ആ സിംഹങ്ങൾ കേടുവരുത്താതെ സൂക്ഷിച്ചു. അവിടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവിടെ കിടക്കുന്ന സമയം ആ ദൈവത്തിന്റെ ദാസൻ അറിയാം, എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്, എന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ വിടുവിക്കുക തന്നെ ചെയ്യും. എന്റെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട്, എന്റെ പരിപാലനം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇനിയും ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതിനു വേണ്ടി ദൈവം എനിക്ക് ആയുസ്സ് ദീർഘമാക്കും. ശത്രുവിന് എന്നെ തൊടുവാൻ കഴിയുകയില്ല, അവന്റെ തന്ത്രങ്ങളിൽ വീഴുകയില്ല. കാരണം ദൈവത്തിന്റെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ടാകും. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർ ആകയാൽ ദൈവം അവരെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, സങ്കടപ്പെടാതെ, ആത്മധൈര്യത്തോടും ആത്മചിന്തയോടും കൂടെ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥനയിൽ നിരന്തരമായി പോരാടി. പ്രിയമുള്ളവർ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാകും. നമുക്ക് വേണ്ടി കുഴി ഒരുക്കി അതിലേക്ക് വീഴിക്കുവാൻ നോക്കുന്നവരുണ്ട്. കാരണങ്ങൾ കണ്ടെത്തി പിന്നാലെ നടക്കുന്നവരുണ്ട്. നമ്മുടെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കരുതിക്കൂട്ടി വരുന്നവരുണ്ട്.
നമ്മുടെ നന്മകളെ കെടുത്തുന്നവരായിരിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കിട്ടുന്ന വരുമാന സ്രോതസ്സുകളെ ഇല്ലായ്മ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, സൗഖ്യം, സൗന്ദര്യവും വിദ്യാഭ്യാസവും തകർക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ പ്രാർത്ഥനയ ഉപവാസത്താൽ അല്ലാതെ ഒരു വിടുതലില്ല എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ടത് അധികമായോടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് നമ്മുടെ സ്വീകാര്യമായി മുറുകെ പിടിച്ചുകൊണ്ട് നാം മുൻപോട്ട് ഗമിക്കുന്നു എങ്കിൽ ഒരു വലിയ അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ദൈവത്തിന്റെ ദാസൻ ആ സിംഹക്കുഴിയിൽ കിടക്കുമ്പോൾ രാവിലെ സമയം രാജാവ് എന്ന് വിളിച്ചു. ദാനിയേല് പറഞ്ഞത്, സിംഹം എനിക്ക് കേടുവരുത്തിയില്ല. കർത്താവിന്റെ സ്തോത്രം. അവിടെ നിന്നും പുറത്തു വന്നു. ദൈവത്തിന്റെ ദാസനായ ദാനിയേല് പറഞ്ഞത്, രാജാവിന്റെ മുൻപിലും ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു വെല്ലുവിളിയോടുകൂടെ നാം ഇത് ഏറ്റെടുക്കുകയാണ്. വെല്ലുവിളിയോടുകൂടെ നാം ഇത് കാണുകയാണ്. എന്താണ് കാണുന്നത്? നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ആ കരങ്ങളിൽ തൃപ്തനാണ്. ഞാൻ ആ കരങ്ങളിൽ വിശ്വസ്തനാണ്. കാരണം എനിക്ക് വേണ്ടി പൊരുതുന്ന ഒരു ദൈവമുണ്ട്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 20-ാം അധ്യായം വായിക്കുമ്പോൾ യെഹോശഫാത്ത് ഭയപ്പെട്ട യഹോവയെ അന്വേഷിക്കുകയാണ്. കാരണം അവർക്കെതിരെ, രാജ്യത്തിനെതിരെ, രാജാവിനെതിരെ, പ്രജകൾക്കെതിരെ, തന്റെ സകല സമ്പത്തുകൾക്കും കൊള്ളയടിച്ചവരെ ഇല്ലായ്മപ്പെടുത്തുവാനായിട്ട് വലിയൊരു സൈന്യം വന്ന് നിൽക്കുകയാണ്. എൻഗതി എന്ന ഹസോൻ താമാറിൽ വന്നിരിക്കുകയാണ്. അമ്മോന്യരും മോവാബ്യരും ബെയൂന്യരുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ വേണമെങ്കിൽ പൊരുതുവാൻ കഴിയും, വേണമെങ്കിൽ യുദ്ധം ചെയ്യാൻ കഴിയും. പക്ഷെ ദൈവദാസനായിരിക്കുന്ന യെഹോശഫാത്ത് ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. ഈ പടയോട് പൊരുതുവാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്രതികരിക്കുന്ന പ്രാർത്ഥന കൊണ്ടായിരിക്കണം. ആ ദൈവത്തിന്റെ ദാസൻ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ മുട്ടമടക്കി സകല ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തി പ്രാർത്ഥിച്ചു. യഹോവേ, ഞങ്ങളുടെ പിതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടത വന്നപ്പോൾ, വേദന വന്നപ്പോൾ, ഭാരങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ, നിരാശകൾ വന്നപ്പോൾ, സങ്കടങ്ങൾ വന്നപ്പോൾ അവർ ഈ ദേവാലയത്തിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവരെ വിടുവിച്ചു. ഈ വാക്ക് ധരിച്ചുകൊണ്ടാണ് ദൈവദാസൻ പ്രാർത്ഥിക്കുന്നത്. കാരണം പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവമേ, നീ എന്നോട് കൂടെ ഇരിക്കണം. എന്റെ ഈ കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, എന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ കടന്നു വരുന്ന ഈ സമൂഹത്തിന്റെ നടുവിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ ശക്തിയും ബലവും നൽകണമേ. എന്നെ തളർത്തിക്കളയരുതേ എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. തളർത്തിക്കളയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. ജോലിയിൽ തളർത്തും, ബിസിനസ്സിൽ തളർത്തും, വിദ്യാഭ്യാസത്തിൽ, കുടുംബ ജീവിതത്തിൽ സകല മേഖലകളെയും കെട്ടിയടച്ചുകൊണ്ട് തളർത്തുന്ന ഒരു ശക്തി എഴുന്നേൽക്കുമ്പോൾ മുട്ടുകൾ ആടിപ്പോകും, മനസ്സ് പതറിപ്പോകും, കണ്ണുകൾ നിറഞ്ഞു പോകും. എന്നാൽ യെഹോശഫാത്ത് യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞു പറഞ്ഞത്, യഹോവേ, നീ പാത്രമാണ് എന്റെ ദൈവം. ദൈവ പ്രാർത്ഥന കേട്ടു. ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. ആ പ്രവാചകനോട് പറഞ്ഞത്, ഈ പടയിൽ പൊരുതണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊരുതും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്നാ പറഞ്ഞത്. യുദ്ധത്തിനായി നിങ്ങൾ ഇവിടെ ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ചോണം. അങ്ങനെ പാട്ടുപാടി അവർ ആരാധിക്കുമ്പോൾ അവർക്കെതിരെ വന്ന സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ അവരുടെ ഇടയിൽ തന്നെ ചില ശക്തികളെ എഴുന്നേൽപ്പിച്ചു. അവർ ചിതറിപ്പോയി. അവർ വന്ന വഴിക്ക് തന്നെ മടങ്ങി. ആ രാജ്യം സ്വസ്ഥമായിരുന്നു. സ്വസ്ഥതയെ കെടുത്തുവാൻ, സമാധാനത്തെ, സന്തോഷത്തെ, ഉറക്കത്തെ ഇല്ലായ്മപ്പെടുത്തും വിധത്തിൽ കടന്നു വന്ന ആ ശക്തികളെ അടക്കിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. തളർന്നു പോകരുത്, ഉറച്ചു നിൽക്കണം. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ വേണം പറയാൻ. അത് തന്നെ നമ്മൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കണം. എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്റെ പ്രവൃത്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്റെ ജോലിയെ തോൽപ്പിക്കാൻ കഴിയില്ല,
എന്റെ വരുമാനത്തെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്റെ ബിസിനസ്സിനെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്റെ കുഞ്ഞുങ്ങളെ തൊടുവാൻ കഴിയില്ല, എന്റെ ഭവനത്തെ തൊടുവാൻ കഴിയുകയില്ല. ഇതൊരു 10 പ്രാവശ്യം വീതം ഉരുവിട്ടുകൊണ്ട് യാത്ര ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്, ശക്തീകരിക്കാൻ പോകുകയാണ്. അവന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശത്രുവ ഗണത്തെ തകർത്ത് കളയും. അമ്മോന്യരെയും മോവാബ്യരെയും മെയൂന്യരെയും വന്ന വഴിക്ക് തന്നെ മടക്കി അയച്ചൊരു ദൈവമുണ്ട്, തകർത്ത് കളഞ്ഞൊരു ദൈവമുണ്ട്. അതെ, നിങ്ങൾക്ക് എന്നെ തൊടുവാൻ കഴിയില്ല, എന്റെ രാജ്യത്തെ തൊടുവാൻ കഴിയില്ല, എന്റെ നന്മയെ തൊടുവാൻ കഴിയില്ല, എന്റെ വരുമാനത്തെ തൊടുവാൻ കഴിയത്തില്ല, എന്റെ ജോലി, ബിസിനസ്, കൃഷി, ഫലങ്ങൾ ഒന്നും നിങ്ങൾക്ക് തൊടുവാൻ കഴിയില്ല. എന്നോടൊപ്പം നിൽക്കുന്ന ജോലിക്കാരെ തൊടുവാൻ കഴിയില്ല. നിന്റെ സാന്നിധ്യമുണ്ട്, നിന്റെ കൃപയുണ്ട്. ആ കൃപ നമ്മളിൽ ഓരോരുത്തരിലും നിറയട്ടെ. അനുഗ്രഹം പ്രാപിക്കാം. ശക്തിയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് നിലവിളിച്ച് അടുത്ത് വരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വചനം കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കണമേ. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എക്സാം കടന്നു വരുന്നു, അവരെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, കുഞ്ഞുങ്ങൾ അതേ സ്വദേശത്തും വിദേശത്തും പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ കുടുംബമായി താമസിക്കുന്ന കർത്താവെ, അത് കേരളം വിട്ട ജോലി ചെയ്യുന്ന അനേകരുണ്ട്. വടക്കേ ഇന്ത്യയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഗൾഫിലായിരിക്കുന്നവരുണ്ട്, യൂറോപ്പിലായിരിക്കുന്നവരുണ്ട്, അമേരിക്കയിലായിരിക്കുന്നവരുണ്ട്. വിവിധ രാജ്യങ്ങളിൽ കുടുംബമായി പാർക്കുകയും ബിസിനസ്സുകൾ നടത്തുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച്